ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. കൈ നന്നായിട്ട് വീശി നടക്കുക. Side to side. Hands up and down. Hands up and down. Keep moving. Twist unit. Twist. Next hips rotation ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Opposite. 1 2 3 4 5 6 7 8 9 10. കാൽമുട്ട് മെല്ലെ ഒന്ന് ബെൻഡ് ചെയ്തു. 1 2. ലൈറ്റ് ആയിട്ട് ബെൻഡ് ചെയ്താൽ മതി, ഒരുപാട് ഇരിക്കണ്ട. കീപ് മൂവിങ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മെല്ലെ ഇരിക്കുക. കൈ താഴ്ത്താം. ഹാൻഡ്സ് അപ്പ്, ഡൗൺ ആൻഡ് അപ്പ്. കാലിന് വേദന ഉണ്ടെങ്കിൽ, കാൽമുട്ട് വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കണ്ട. മുട്ടുവേദന ഇല്ലാത്തവർ മാത്രം ജസ്റ്റ് സ്ക്വാട്ട് ചെയ്തിട്ട് എണീച്ചാൽ മതി കേട്ടോ. കീപ് മൂവിങ്. ഡൗൺ ആൻഡ് അപ്പ്. Now abdomen tight ചെയ്യാം. മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. Then മെല്ലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. Breathe out and down. Breathe in. പകുതി ആയി കഴിഞ്ഞാൽ breathe out. 1 2 3 4 5 6 down. Ready, start. Breathe in. Breathe out. 1 2 3 4 5 6. Breathe in. Breathe out. 1 2 3 4 5 6. Keep moving. എല്ലാവരും ചെയ്യാം. 40 seconds ആണ് ടൈമിംഗ്. ഗുഡ്. കീപ് മൂവിങ്. അബ്ഡമൻ ടൈറ്റ് ചെയ്യാം. മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചോണ്ട് ചെയ്യാം കേട്ടോ. വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കാം. Now second set സെയിം തന്നെ, സെയിം വർക്കൗട്ട് തന്നെ സെക്കൻഡ് സെറ്റ് ചെയ്യാണ്. സെയിം വർക്കൗട്ട് തന്നെ സെക്കൻഡ് സെറ്റ്. അബ്ഡമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. Third set. Ready? Breathe in. Twist ചെയ്യാം. Breathe out ചെയ്തുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യാം. ഹേമ ചെയ്തോളൂ.
ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫുൾ ആയിട്ട് കറങ്ങണ്ട സരിത. ഡൗൺ ചെയ്ത നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാ, താഴെ വന്ന്. നെക്സ്റ്റ് വൺ, ഹാൻഡ്സ് ഓൺ യർ ഹെഡ്. വൺ സൈഡ് മാത്രം ചെയ്യാ കേട്ടോ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കം ബാക്ക്. അബ്ഡോമൻ ടൈറ്റ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ്. ബ്രീത്ത് ഔട്ട്. വായ തുറന്ന് ശ്വാസം വിടുക ആൻഡ് കം ബാക്ക്. കീപ് മൂവിങ്. വൺ സൈഡ് മാത്രം ചെയ്താൽ മതി എല്ലാവരും. അബ്ഡോമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. അബ്ഡോമൻ മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക, then bend to the side. Breathe out through your mouth. Keep moving. Then change. ഇപ്പൊ റൈറ്റ് ആണ് എല്ലാരും ചെയ്ത്. ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യൂ. Breathe out. ജീനയുടെ പകുതി മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. Breathe out and bend. Breathe out and bend. Keep moving. മെല്ലെ, സ്പീഡ് വേണ്ട ഹേമ, മെല്ലെ ചെയ്യാ. അബ്ഡോമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. വായ തുറന്ന് ശ്വാസം വിടൂ. ബ്രീത്ത് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും ഫ്ലോറിലേക്ക് വരാം. മാറ്റിൽ കാൽ മുട്ടി വെക്കുക കേട്ടോ. ഒരു കാല് നീട്ടി വെക്കാം, ഒരു കാല് ഫ്ലോറിൽ വെക്കാം. ഇങ്ങനെ നിൽക്കും എല്ലാവരും. വലത് കാല് നീട്ടി വെച്ചിട്ട് ഇടത് കാല് മടക്കി വെക്കുക. സൈഡ് വേ കാണണം. ഇങ്ങനെ. നീ തലയിൽ കൈ വെച്ചിട്ട്, കൈ അല്ല നിങ്ങളുടെ ശരീരമാണ് സൈഡിലേക്ക് ബെൻഡ് ആവുന്നത് കേട്ടോ. താഴേക്ക് പോയിട്ട് ബ്രീത്ത് ഔട്ട്. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. പറ്റുന്നത്ര പോയാൽ മതി കേട്ടോ. പറ്റുന്നത്ര പോയാൽ മതി. ഡൗട്ട് ആരെങ്കിലും ചോദിച്ചോ? ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. തിരിച്ചു വരുമ്പോ ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. കോർ മസിൽസ് ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. മേനക വീഡിയോ ഓഫ് ആണെന്ന് തോന്നുന്നു, മേനക കാണുന്നില്ല. ബ്രീത്ത് ഔട്ട് ആൻഡ് കം ബാക്ക്. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യരുത്, സൈഡിലേക്കാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്താൽ നമുക്ക് കുറെ താഴേക്ക് വരാൻ പറ്റും. സൈഡ് ബെൻഡ് ആണെങ്കിൽ കുറച്ചേ താഴേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ അപ്പർ ബോഡി മടക്കിയ സൈഡിലോട്ടാണോ ബെൻഡ് മടക്കിയ സൈഡിലേക്ക്. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം എല്ലാവരും. ഇപ്പോ ഞാൻ ഇടതുകാല് മടക്കി, ഇടതുകാല് നീട്ടി വലതുകാല് മടക്കി. ഇപ്പൊ മടക്കിയ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതിപ്പോ ഫ്രണ്ടിലേക്കാണെങ്കിൽ എനിക്ക് ഇത്ര വരാൻ പറ്റും, ഇങ്ങനെ വരാൻ പാടില്ല. സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ബെൻഡ്, ബ്രീത്ത് ഔട്ട്. ബെൻഡ് ആൻഡ് ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. കീപ് മൂവിങ്. കാല് മടക്കി വെച്ച് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. ചേഞ്ച്. ഓപ്പോസിറ്റ്. എല്ലാവരും ഒരേപോലെ ചെയ്താൽ നല്ലായിരുന്നു. വലതുകാലം മടക്കി ഇടതുകാലം നീട്ടി വെക്കാം. എല്ലാവരും ഒരേപോലെ ചെയ്താൽ നല്ലതാണ്. ബെൻഡ് ആൻഡ് ബ്രീത്ത് ഔട്ട്. സരിതമോൾ ക്യാമറ താഴെ വെച്ചാൽ നല്ലതായിരുന്നു. Bend and breathe out, come back. Bend and breathe out, come back. Then കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഉണ്ട്, സൈഡിലേക്ക് തന്നെ പോകും കേട്ടോ. Then change.
ഇടത് കാല് ബെൻഡ് ചെയ്യുക, വലത് കാല് നീട്ടി വെക്കുക. കാല് ബെൻഡ് ചെയ്ത സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുക. സരിത കാല് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് രണ്ടാമത്തെ സെറ്റ് ആണ് കേട്ടോ. ബ്രീത്ത് ഔട്ട്. സിനി എന്നെ നോക്കി നിൽക്കാവോ? ആ, ചെയ്തോ. കാല് സൈഡിലേക്ക് നീട്ടി വെക്കും. വലത്തെ കാലല്ലേ? അതാണോ? ഓക്കെ, കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട്. ഫ്രണ്ടിലേക്ക് വരരുത്, സൈഡിലേക്ക് പോവാ. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് താഴാൻ പറ്റും. നൗ തേർഡ് സെറ്റ്, മൂന്നാമത്തെ സെറ്റ് ചെയ്യാം എല്ലാവരും. വലത് കാല് ബെൻഡ് ചെയ്യുക. ഏതാണ് അതിന്റെ ഓപ്പോസിറ്റ്? തേർഡ് സെറ്റ്. കാല് ബെൻഡ് ചെയ്ത ഭാഗത്തേക്ക് അപ്പർ ബോഡീസ്, നമ്മുടെ ഒബ്ലീക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കീപ് മൂവിങ്. Breathe out, abs tight, and come back. Breathe in down, breathe out and come back. Breathe in down, breathe out and come back. സിനി നീട്ടി വെച്ച കാല് മുട്ട് മടക്കാതെ നീട്ടി വെക്കൂ. ചെയ്തോ. ചേഞ്ച്. റൈറ്റും ലെഫ്റ്റും 3 സെറ്റ് ഫിനിഷ് ചെയ്തവർ ഇങ്ങനെ കാണിക്കുക കേട്ടോ. 3 സെറ്റ് ആയിട്ടില്ല, മൂന്നാമത്തെ അല്ലേ ചെയ്യാൻ പോകുന്നത്. റെഡി, ഗോ. ബീനാമയുടെ തല കാണുന്നില്ല, കുറച്ച് പുറകിലേക്ക് നിന്നാൽ നല്ലതായിരിക്കും. Breathe out. Breathe out. Keep moving. Breathe out. ഹേമ ലൈറ്റ് വെച്ചിരിക്കുന്നത് ക്ലിയർ ഇല്ലാത്ത ഭാഗത്താ. ആ, നെറ്റ് ഇഷ്യൂ ഉണ്ട്. സാരില്ല മേനക, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇനി എല്ലാവരും ഇരിക്കുക. ഫ്ലോറിൽ 2 കാലും മടക്കി വെച്ചിരിക്കുക. സ്ട്രെച്ച് ഔട്ട് ആൻഡ് ബെൻഡ്. കൈ പറ്റുമെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ കൈ ബാക്കിൽ വെച്ചിട്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നട്ടല് സ്ട്രെച്ച് ചെയ്ത് വെക്കാം. എല്ലാവരും ചെയ്യൂ. ലെറ്റ് മീ സീ. കം ഓൺ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കം ബാക്ക്. കാല് തിരിച്ചെടുക്കുമ്പോഴാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. കാല് തിരിച്ചെടുക്കുമ്പോ ശ്വാസം പുറത്തേക്ക് വിടാം. ചെയ്യാൻ പറ്റുന്നില്ലേ സരിത? ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാല് നീട്ടി വെക്കുക, ഒരു കാല് മടക്കി വെക്കുക. ഓക്കെ, കിടക്കുക. ബ്രീത്ത് ഔട്ട്, കം ബാക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, കം ബാക്ക്. ബ്രീത്ത് ഇൻ. ചെയ്തോളൂ. ബ്രീത്ത് ഔട്ട്, കം ബാക്ക്. തിരിച്ചു വരണം കേട്ടോ, എന്നിട്ട് ഇരിക്കണം. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ചെയ്തുകൊണ്ടിരിക്കൂ. എന്ത് പറ്റി ഹേമ? ഞാൻ നിർത്താൻ കാത്തിക്കണ്ട കേട്ടോ. ഞാൻ ഒരു റെസ്റ്റിന് ചെയ്യുന്ന, എന്റെ വർക്കൗട്ട് കഴിഞ്ഞതാ ഇന്നത്തെ. കൈ മുട്ട് കുത്തണ്ട സരിത. മുട്ട് കുത്താതെ പാംസിനെ താഴെ വെച്ച് ചെയ്ത് നോക്കൂ. ഇനി കാല് ചേഞ്ച് ചെയ്യാ. ഇടത് കാല് സ്ട്രെച്ച്. കാല് പൊക്കൂ. ബ്രീത്ത് ഔട്ട്. ബാക്ക് പെയിൻ ഒന്നും ഇല്ലല്ലോ ആർക്കും? ബാക്ക് പെയിൻ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. വേദന വെച്ചോണ്ട് ആരും ചെയ്യരുത്. സിനി ചെയ്യുന്നത് കാല് ലിഫ്റ്റ് ചെയ്യാണ്. കാല് മുമ്പിലേക്ക് സ്ട്രെച്ച് ചെയ്യാണ് വേണ്ടത്. മുകളിലേക്കല്ല, മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. കുറച്ചുകൂടെ താഴെ. സരിത ചെയ്യൂ. ബ്രീത്ത്. ആ, വെരി ഗുഡ്. അത് തന്നെ വെരി ഗുഡ്. സൂപ്പർ. കീപ് മൂവിങ്.
ജീന മോൾ ഓറഞ്ച് ടീഷർട്ടിന്റെ പകുതി പിന്നെ ഒരു കാല് അത്ര എനിക്ക് കാണുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ മലർന്ന് കിടക്കുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, റൈറ്റ് ലെഗ് അപ്പ്. ബ്രീത്ത് ഇൻ, ഡൗൺ. ബ്രീത്ത് ഔട്ട്, റൈറ്റ് ലെഗ് അപ്പ്. ബ്രീത്ത് ഇൻ, ഡൗൺ. വലതുകാല് മാത്രം. ബ്രീത്ത് ഔട്ട്, അപ്പ്. ബ്രീത്ത് ഇൻ, ഡൗൺ. ഇടതുകാല് തന്നെയാ മടക്കി വെക്കൂ. ബ്രീത്ത് ഔട്ട്, അപ്പ് ആൻഡ് ബ്രീത്ത് ഇൻ, ഡൗൺ. ബ്രീത്ത് ഔട്ട്, അപ്പ്. Breathe in and down. Breathe out, up. Breathe in and down. Breathe out, up. Breathe in and down. Breathe out. Change. ഇടതുകാല് വലതുകാല് മടക്കി വെക്കുക. ഇടതുകാല് up and down ചെയ്യുക. Breathe out. Abdomen tight and lift. Breathe in, down. Very good. Breathe out. Breathe in. Abdomen tight, face relaxed. Keep moving. Breathe out and lift. Now എല്ലാവരും ഹൈ പ്ലാങ്കിലേക്ക് വരിക. ഷോൾഡറിന്റെ ലെവലിൽ കൈ താഴെ വെക്കുക ഫ്ലോറില്. ഫസ്റ്റ് പൊസിഷൻ എല്ലാരും കറക്റ്റ് ചെയ്യുക. ഷോൾഡറിന്റെ ലെവലില് ഫ്ലോറിൽ കൈ വെക്കുക. കാല് പുറകിലേക്ക് നീട്ടി വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പൊസിഷൻ. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് ഇടുപ്പ് ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കരുത്. അതിന് പകരം കാൽമുട്ട് താഴെ വെച്ച് നിൽക്കുക. അപ്പൊ ഒന്നില്ലെങ്കിൽ ഹൈ പ്ലാങ്ക് കറക്റ്റ് പൊസിഷനിൽ നിൽക്കുക. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ കാൽമുട്ട് താഴെ വെച്ച് നിൽക്കുക. എല്ലാവരും ഒന്ന് പൊസിഷൻ കറക്റ്റ് ചെയ്ത് നിൽക്കൂ നോക്കട്ടെ. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതിൽ നിൽക്കും. കുറച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക. പക്ഷെ ഇടുപ്പ് പൊക്കി മാത്രം നിൽക്കരുത്. ഇടുപ്പ് പൊക്കി നിൽക്കാതെ ഇങ്ങനെ നിൽക്കുക. ദെൻ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ലെഗ് ടു ദ ചെസ്റ്റ്. ബ്രീത്ത് ഔട്ട് റൈറ്റ്, ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ്. ബ്രീത്ത് ഔട്ട് റൈറ്റ്, ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ്. വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടും. സരിത ഇടുപ്പ് ഇത്തിരി താഴ്ത്തും. ഗുഡ്. കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട് റൈറ്റ്, ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ്. നേരെ നോക്കൂ. ബ്രീത്ത് ഔട്ട് റൈറ്റ്, ബ്രീത്ത് ഔട്ട് ലെഫ്റ്റ്. Keep moving. അങ്ങനെ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്ന് സൈക്ലിംഗ്, ഫോർവേഡ് സൈക്ലിംഗ്. കാല് ഫുള്ളായിട്ട് നിവർത്തിയിട്ട് ഒരു കാല് ഫുൾ സ്ട്രെച്ച് ചെയ്യുക. മറ്റേത് കൊണ്ട് ചവിട്ടുക. ബ്രീത്ത് ഔട്ട് 1 2 3 4. ശ്വാസം എടുക്കുക. ബ്രീത്ത് ഔട്ട് 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. Very good. Breathe out 1 2 3 4. Breathe in, breathe out 1 2 3 4. Breathe in, breathe out 1 2 3 4. Breathe in, breathe out 1 2 3 4. Very good. Sarita, come on. Breathe out 1 2 3 4. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കും എല്ലാരും. ഒരു കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കുക. വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 1 down. Breathe out. 2. ഷോൾഡറിന്റെ അതേ ലെവലിൽ തന്നെ കൈ താഴെ വെക്കുക കേട്ടോ. Breathe out. Lift and down. Breathe out. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ അടിയിലുള്ള കാലും കൂടിയും ലിഫ്റ്റ് ചെയ്യുക കേട്ടോ. ബ്രീത്ത് ഔട്ട്. അടിയിലുള്ള കാല് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലിഫ്റ്റ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ പൊക്കാതെ ലിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. പറ്റുമെങ്കിൽ ഫുൾ ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക. Keep moving. 40 seconds. Very good. Change. Other side. നേരെ ഓപ്പോസിറ്റ് സൈഡ് സെയിം വർക്ക്ഔട്ട് ചെയ്യൂ. ഓപ്പോസിറ്റ് സൈഡ്. ചെടപടാന്ന്. Hips up. Breathe out. Very good.
down, breathe out and down, breathe out and down. Very good. 40 seconds. Keep moving. Time 7:33 ആയി. എല്ലാവരും നന്നായിട്ട് ചെയ്യാം. Come on. Breathe out. Abdomen tight. Okay. Next one, crab. എല്ലാവരും ഇരിക്കൂ. കാല് മടക്കിയിട്ട് ഇരിക്കുക. Abs tight. Crab. വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. വയറ് ടൈറ്റ് ചെയ്യുക. Breathe out. 1, 2, 3, 4, 5, 6. Crab. Breathe out. 1. Gina. 2, 3, 4, 5, 6. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. എല്ലാരും എഴുന്നേറ്റ് നിൽക്കുക. സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ് നിന്ന് നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക. ശ്വാസം പുറത്തേക്ക് ഇടുക. 1, 2, 3, 4, 5, 6. Down. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. Down. Ready. Breathe in. Danya. Breathe out. 1, 2, 3, 4, 5, 6. Down. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. Down. Breathe in. Breathe out. 1, 2, 3, 4, 5, 6. Second set ആണ്. Keep moving. Down ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരാം. താഴേക്ക് വരുന്നതിനേക്കാളും ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നതിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. Breathe in and breathe out. 1, 2, 3, 4, 5, 6. ജീന, താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാ പോകേണ്ടത്. കറങ്ങരുത്. കറങ്ങിയാൽ നമുക്ക് തലകറക്കം വരും. ഇപ്പൊ താഴെ നമ്മൾ ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരേ സൈഡിലേക്ക് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കരുത് കേട്ടോ ആരും. തേർഡ് സെറ്റ്. Breathe out, down, then opposite. സിനി ഒരേ സൈഡിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ. സിനി താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഒരു ആർച്ച് ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് അങ്ങോട്ട് വരച്ചു, അങ്ങനെ വിചാരിക്കും. അതിന് തിരിച്ച് അങ്ങനെ. Keep moving. സ്വിമ്മിങ് അറിയോ നിങ്ങക്ക്? അറിയില്ല. ഓക്കെ, നമുക്ക് ഒന്ന് സ്വിം ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് കമിഴ്ന്ന് കിടക്കുക എല്ലാരും. കാല് വൈഡാക്കി വെക്കാം. കൈ ഫ്രണ്ടിലേക്ക് തന്നെ. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബ്രീത് ഇൻ, ബ്രീത് ഇൻ. മനസ്സിലായോ? ഇങ്ങനെ സ്വിം ചെയ്യാം കൈ കൊണ്ട്. റെഡി, സ്റ്റാർട്ട്. ഫേസ് റിലാക്സ്ഡ്. വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. അതെ, നന്നായിട്ട് നീന്തിക്കോ. ധന്യ നീന്തല്ലേ? അല്ല, നീന്തു. വെറുതെ ഇരിക്കല്ലേ. ബ്രീത്ത് ഔട്ട്. നെഞ്ച് പൊങ്ങട്ടെ. സരിത, സ്വിം ചെയ്യുമ്പോ ഇങ്ങനെ പൊങ്ങണ്ടേ? വെള്ളത്തിൽ പൊങ്ങിയാലേ മുങ്ങാതിരിക്കുള്ളൂ. റെഡി, കമോൺ. സെക്കൻഡ് സെറ്റ്. ബ്രീത്ത് ഔട്ട്. ഫുൾ എനർജി വെച്ച് സ്വിം ചെയ്യൂ. ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട്. തന്നെ വെള്ളത്തിനിടയിൽ കല്ല് വെച്ചിട്ട് തോന്നും. കല്ല് തൊട്ട് പൊങ്ങുന്നുണ്ട്. ബ്രീത്ത് ഔട്ട്. ലിഫ്റ്റ്. ബ്രീത്ത് ഔട്ട്. അഞ്ജലി ഒരേ സ്പീഡില് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യൂ. നെഞ്ച് പൊങ്ങട്ടെ. നെഞ്ച് പൊങ്ങിയാലേ നമുക്ക് അബ്ഡമൻ എഫക്ട് വരുള്ളൂ. ആ കൈയിന്റെ ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് ഒരു ഫ്ലോയില് അങ്ങ് പൊങ്ങും. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഒരൊറ്റ ഫ്ലോയില് പൊങ്ങും. ഡൗൺ. ഫുൾ ആയിട്ട് ഡൗൺ ചെയ്താൽ ഫുൾ ആയിട്ട് പോകാൻ പറ്റും. തേർഡ് സെറ്റ്.
തേർഡ് സെറ്റ്. ഹേമ പുതിയ ടെക്നിക്കാണ്. ബ്രീത്ത് ഔട്ട്, ലിഫ്റ്റ്. കൈ ഇങ്ങനെ ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് ഒറ്റ നെഞ്ച് പൊക്കല്. ഓക്കെ, അണ്ണാറക്കണ്ണിനും തന്നെ അല്ല ഇത് അല്ലേ. കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട്. ധന്യ വർക്കൗട്ടിന് റെസ്റ്റ് ഇല്ല കേട്ടോ. ബീനമ്മ റെസ്റ്റ് ഇല്ല, നോ റെസ്റ്റ്. ബ്രീത്ത് ഔട്ട്. റസ്കൂട്ടി. ബ്രീത്ത് ഔട്ട്. ഇന്ന് എല്ലാവർക്കും ഒരു മഞ്ഞ ഓറഞ്ച് ചുവയാണല്ലോ ഡ്രസ്സൊക്കെ. ബ്രീത്ത് ഔട്ട്, ലിഫ്റ്റ്. വെരി ഗുഡ്. അങ്ങനെ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് നമ്മൾ നേരത്തെ സൈക്ലിംഗ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈക്ലിംഗ്, റിവേഴ്സ്. താഴേന്ന് മുകളിലേക്ക്. നല്ല രസമായിരിക്കും. ചെയ്തോ. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ചെയ്തോ. റെസ്റ്റ് എടുക്കണ്ട. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. Reverse cycling. Very good. Keep moving. Reverse cycling. Reverse cycling. Last workout ആണ് കേട്ടോ. അത് കഴിഞ്ഞ ഓക്കെ. ഇനി എല്ലാവരും ക്രാബിലേക്ക് വരാം. ക്രാബ് പറ്റുമെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക, തലയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുക. ദെൻ ഡൗൺ, ഫുൾ ആയിട്ട് താഴെ വരിക. ബ്രീത്ത് ഔട്ട്, ലിഫ്റ്റ്. ഹിപ്സ് അപ്പ്. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ക്രാബ്. ചെയ്തു. ബ്രീത്ത് ഔട്ട്, ഡൗൺ. ഓപ്പോസിറ്റ്. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ചെയ്യുക. ഫുള്ളായിട്ട് താഴെ വന്നിരുന്നതിന് ശേഷം പൊങ്ങിയാൽ മതി കേട്ടോ. കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ പൊക്കണ്ട, പക്ഷെ പൊക്കാനൊന്ന് ട്രൈ ഒക്കെ ചെയ്യാം. അബ്ഡമൻ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് ചെയ്യാം. ലിഫ്റ്റ് ആവുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഡൺ. വെരി ഗുഡ്, സൂപ്പർ. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇന്നത്തെ വർക്ക്ഔട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തേന്. ഡിഡ് ഇറ്റ്. മതി, നിർത്തിക്കോ. ഇനി മനസ്സിൽ ഇത്ര ചെയ്താൽ മതിയോ, ഞാൻ ചെയ്തത് ശരിയാണോ കറക്റ്റ് ആണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് കളയാം. ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തമായിട്ട് പറയാം. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്റെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഈ ഒരു ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഐ വാല്യൂ മൈസെൽഫ് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് പറയാം. കൈ സ്ട്രെച്ച് ചെയ്യുക, മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്നത്തെ ഈവനിങ് വരെ എത്തിച്ചതിന് സേ താങ്ക് യു ടു യുവർ ബോത്ത് ഹാൻഡ്സ്. സ്ട്രെച്ചിങ് ഫീൽ ആവുന്ന ഭാഗത്തൊക്കെ താങ്ക് യു മെസ്സേജ് സെൻഡ് ചെയ്യാം. നിങ്ങളുടെ ശരീരം കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി, കൂടുതൽ സ്ട്രോങ് ആയി വരുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ഫീൽ ദ ഹാപ്പിനെസ്. മെല്ലെ സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യൂ. Stretch to the side. Feel the stretch. നമ്മളെ ബെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ശരീരത്തിലെ എല്ലാ ജോയിന്റ്സിനെയും, നിങ്ങളുടെ സ്കിന്നിന്, മസിൽസിന്, ബോൺ എല്ലാത്തിനും താങ്ക് യു പറയാം. ആൻഡ് സ്പ്രെഡ് യുവർ ലവ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം മുഴുവൻ ശരീരത്തിൽ ഇങ്ങനെ സ്പ്രെഡായി വരുന്നത് മനസ്സിൽ കാണാം. Just feel happy and change other side. Other side stretch ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ കൈകളിലും മുഖത്തും ശരീരത്തിൽ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത് മനസ്സിൽ ഇങ്ങനെ കാണാം. അത് ഫീൽ ചെയ്യുക. ഫേസിൽ ഫുള്ളായിട്ട് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാം. ആൻഡ് റിലീസ് യുവർ ഹാൻഡ്. എൽബോ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ. Say thank you. Thanks to my beautiful, strong and healthy body. Change other side. Very good. Twist you. Opposite കാൽമുട്ടിൽ കൈ വെച്ചിട്ട് പുറകിലേക്ക് നോക്കാം.
ട്വിസ്റ്റ് യുവർ ബോഡി. സുഖമായിട്ട് ശ്വാസം എടുത്തു വിടാൻ പറ്റുന്നതിന് താങ്ക് യു പറയാ. നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനൊക്കെ താങ്ക് യു പറയാ. ഫ്രഷ് എയർ നിങ്ങൾക്ക് ചുറ്റുമുള്ളതിന് താങ്ക് യു പറയാം. ഓപ്പോസിറ്റ് സൈഡ്, ജസ്റ്റ് ഫീൽ ദ സ്ട്രെച്ച്. ഓരോ ദിവസവും നിങ്ങൾ കൂടുതലായി ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സേ താങ്ക് യു ടു യുവർ ഹോൾ ബോഡി, ഓൾ ദ മസിൽസ് ആൻഡ് ജോയിന്റ്സ്. കാല് സ്ട്രെച്ച് ചെയ്യൂ. കാല് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു വെക്കുക. ഹാൻഡ്സ് അപ്പ്, ബ്രീത്ത് ഔട്ട് ആൻഡ് ബെൻഡ് ടു ദ സൈഡ്. 15 സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്യുക. പറ്റുമെങ്കിൽ മൂക്കുമുട്ടിൽ മുട്ടിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിൽ ഹോൾഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു മൈ ലെഗ്സ്. ഇന്നത്തെ ദിവസം മുഴുവൻ എന്നെ നടക്കാനും ഇരിക്കാനും, ഇന്നത്തെ ദിവസം മുഴുവൻ ഓടി എല്ലായിടത്തും എത്താനും ഒക്കെ എന്റെ കൂടെ വന്നതിന് ലെഗ്സിനോട് താങ്ക് യു പറയാം. കാലിന്റെ വിരലുകൾ, കാൽപാദം, ഹീൽസ്, ആങ്കിൾസ്, കാഫ് മസിൽസ്, നീസ്, തൈസ്, ഹിപ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്നേഹം സ്പ്രെഡ് ചെയ്യുക. സേ താങ്ക് യു മൈ ലെഗ്സ്. Then change other side. Hands up and feel the stretch. Send your thank you message to your legs. അങ്ങനെ കമിഴ്ന്ന് കിടക്കാം. ലെഗ്സ് വൈഡ്, ഓപ്പൺ യുവർ ചെസ്റ്റ്. വയറ് മാക്സിമം മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. അപ്പർ ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ബെൻഡ് യുവർ സ്പൈൻ. ഷോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാം. ഫേസ് റിലാക്സ്ഡ്. Then inverted V. കാലിന്റെ ഹീൽസ് താഴെ പ്രസ് ചെയ്യുക. കാലിന്റെ ഹീല് താഴെ പ്രസ് ചെയ്യുക. അപ്പർ ബോഡി താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫേസ് റിലാക്സ്ഡ്. Then sit back to your feet, forehead down. Relax your body and relax your mind. Breathe in and breathe out. Feel relaxed. Done. Thank you. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോംവർക്ക് തന്നിരുന്നു. എത്ര പേര് ചെയ്തു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും എന്താ പറഞ്ഞെന്ന്? ഓർമ്മയുണ്ട്. ഇനി വിളിച്ചോ? പഴയ ആരെങ്കിലും വിളിച്ചോ? ആ ആരെയാ വിളിച്ചേ? +2 പഠിച്ച കൂട്ടുകാരിനെ. എന്താ പേര്? ലേജി. ഓക്കെ. എന്താ വിളിച്ചിട്ട് ഗെറ്റ് ഹാപ്പി ടുഗദർ ഒക്കെ ആയോ? നടന്നപ്പോ ഗെറ്റ് ടുഗദർ ഒക്കെ നടന്നപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പലരുടെ അടുത്ത് അന്ന് അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറെ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച കുട്ടിയുടെ വീട് അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിനോട് പറഞ്ഞ് അങ്ങനെ കണ്ടുപിടിച്ചു. കൊടുങ്ങല്ലൂരാണ് ഇപ്പൊ വർക്ക് ചെയ്യണത്, മെഡിക്കൽ സ്റ്റോർ. സംസാരിച്ചപ്പോ എന്ത് തോന്നി? നല്ല ഹാപ്പി. കാരണം +2 കഴിഞ്ഞപ്പോ ഞാന് കണ്ടിട്ടില്ല ആളെ. 23 വർഷമായിപ്പോ. അപ്പൊ നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ? നമ്മളും ഹാപ്പിയായി, നമ്മുടെ കൂടെ ഒരാളും കൂടെ ഹാപ്പിയായി അല്ലേ? വെരി ഗുഡ്, സൂപ്പർ, വെരി ഗുഡ്. അടുത്ത ആരാണ് ചെയ്തത് ഹോംവർക്ക്? പഴയ ഫ്രണ്ടിനെ ആരാ വിളിച്ചത്? വിളിച്ചില്ലെങ്കിലും ഒരു ട്രൈ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം ചെയ്തോ ആരെങ്കിലും? ആരെയും ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്ക് ആരെയും ഓർമ്മയില്ലാന്ന ജീന പറയണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ധന്യ ട്രൈ ചെയ്തു, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ടില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു ട്രൈഡ്, റൈറ്റ്? ഓക്കെ. അപ്പോ സരിത, എനിക്ക് ആരെയും ഇഷ്ടമല്ല എന്ന് പറയാൻ വരണോ? ഇല്ല, അങ്ങനെ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ് എടുത്തു വെച്ചിട്ട്
അങ്ങനെ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പൊ ഇനി ടാസ്ക് സബിനയ്ക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ടാസ്ക് കിട്ടിയില്ല എന്നുള്ളവരുണ്ടോ? എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഞാന് കണ്ടുപിടിക്കാൻ മറന്നുപോയി. മറന്നു. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാന് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിനൊക്കെ ഓക്കെ. ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയൊക്കെ. കുറെ അറ്റാച്ച്മെന്റ് ഉള്ള കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയും ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്. അഞ്ജലി? 10th കുറെ പേരെയൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ഫേസ്ബുക്കിലൊന്നും ഇല്ല, ആരെയും കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. പഴയ ഫ്രണ്ട്സിന് ആരോടെങ്കിലും ഇങ്ങനെ ഒരാളെ ഉണ്ടോന്ന് അറിയോ? അങ്ങനെ അന്വേഷിക്കുക എന്തെങ്കിലും ശ്രമം നടത്തിയോ? ഞാനിപ്പോ ഒരു 20 വർഷത്തോളമായി നാട്ടിലേ ഇല്ല, അപ്പോ അതുകൊണ്ടായിരിക്കും കുറച്ച് കണക്ഷൻസ് കുറവാ. ഡിഗ്രിക്കൊക്കെ പഠിച്ചവരെയൊക്കെ പിന്നെയും ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. 10th പക്ഷെ വരെയുള്ളവരെ 10th കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? 10th കുറെ നോക്കി ഞാൻ, പക്ഷെ അന്ന് ആ സമയത്തൊക്കെ ഓർക്കൂട്ടൊക്കെയല്ലോ ഉള്ളത്. അതെ അതെ. അപ്പോ ഫേസ്ബുക്ക് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ. ഓക്കെ. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവൂലേ എല്ലാവർക്കും? ഇല്ലേ? അങ്ങനെ ഇല്ലാത്തവരുണ്ടോ? എല്ലാം ഉണ്ട്. 10th, +2, ഡിഗ്രി, ഉണ്ട്. PG 4 ഗ്രൂപ്പ്. ഓക്കെ. അതില് ഗേൾസിന് വേറെ ഉണ്ട്, ബോയ്സിന് വേറെ ഉണ്ട്. മിക്സഡ് ഗ്രൂപ്പ്. കുറെ ഗ്രൂപ്പ്. സൂപ്പർ സൂപ്പർ. ജീന എന്തോ പറയാൻ വരുന്നുണ്ടല്ലോ? മാം, ഞങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ചപ്പോ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഒരു 9 പേരുണ്ട്. എല്ലാ പല സ്റ്റേറ്റിലോ എന്താ പറയണേ, പല സ്റ്റേറ്റിലുള്ളവരുണ്ട്. അവരായിട്ട് എപ്പോഴും ചാറ്റ് ഉണ്ട്. 10th, 12th, പ്രീ ഡിഗ്രി അവരായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ല. ശരി. ഓക്കെ. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഏറ്റവും ചെറിയ ക്ലാസ്സുകളിലുള്ള സമയത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ആ സമയത്ത് നിങ്ങളുടെ മെമ്മറിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? വെറുതെ ഒരു ട്രൈ. ഓക്കെ. ഇനി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും ചെയ്യരുത്. ബീനമ്മ എന്തെങ്കിലും പറയാൻ വരണോ? ടാറ്റ പറയണോ? ആ മാം, പറഞ്ഞോളൂ. കുറച്ച് നാള് മുമ്പേ 4ാം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ചിട്ട് പോയ കുട്ടിയായിരുന്നു. അത് എന്റെ നമ്പർ തേടി പിടിച്ച് എന്നെ വിളിച്ചായിരുന്നു. ബോംബെയിലാണ് ഇപ്പോഴും. സൂപ്പർ സൂപ്പർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് സ്ഥിരമായിട്ട് ചെയ്യണം എന്നല്ല, പക്ഷെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം. അപ്പൊ ഇത് ചെയ്യാത്തവർ ഇന്ന് നോട്ട് ചെയ്യാം. യു ഹാവ് ടു ഫൈൻഡ് എ ഫ്രണ്ട്, യുവർ ഫ്രണ്ട്. ഓക്കെ. ചെറിയ കുട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ കൂടെ അടുത്തിരുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മറക്കാത്ത ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല 10th വരെ അല്ലെങ്കിൽ +2 ടൈമിലൊക്കെ. ഒരു ട്രൈ ചെയ്യാം. അടുത്ത ഒരു ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അടിയിട്ടു. ഓക്കെ. എനിക്കിപ്പോഴും എന്റെ നഴ്സറി തൊട്ടിട്ടുള്ള കുട്ടികളുടെ എല്ലാവരുടെയും കോണ്ടാക്ട് ഉണ്ട്. എല്ലാവരുമായിട്ടും അറ്റ്ലീസ്റ്റ് ഇയർലി എങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടുള്ള സ്കൂള്, +2, കോളേജ്, അങ്ങനെ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ ഇനി ഒരു ടാസ്ക് തരാം. ഇത് ഇന്ന് ചെയ്യാത്തവര് എഴുതി വെക്കുക. ഈ വീക്കെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ടൈമിൽ ചെയ്യണം. ഇനി ഒരു ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഫൈനൽ റിലാക്സേഷൻ, അതായത് ശവാസന പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കിടക്കുക. ഓക്കെ. നിങ്ങൾക്ക് ശവാസന ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? എന്താന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ? ഇല്ല. ഓക്കെ. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം കാലിലെ മസിൽസ് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ കയ്യിലെ മസിൽസ് ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അങ്ങനെ ശരീരത്തിലെ ഓരോ മസിൽസും മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് കാലോട്ട്, കാഫ് മസിൽ, കാൽമുട്ട്, തൈസ്, ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. മസിൽസ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. ഓക്കെ. ഉറങ്ങുന്നതിന് മുമ്പ് 2 minutes വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ? 2 minutes മിനിമം. ഇല്ല, 2 minutes അതെന്താന്ന് ചോദിക്കുന്ന ഒരാള്. ഓക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഞാനൊരു ഡ്രസ്സ് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുന്ന സമയത്തും അത് നോക്കിയിട്ട് അതിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അതിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ ഫംഗ്ഷന് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേവറേറ്റ് സ്ഥലത്ത് പോകുന്നതായിട്ടോ മനസ്സിൽ ഇങ്ങനെ മൂവി കാണുന്ന പോലെ 2 minutes മതി നമുക്ക് വേണ്ടിയിട്ട്. 2 minute 60 സെക്കൻഡ് 120 സെക്കൻഡ് അല്ലെ? ജീനയുടെ ഫേസ് കണ്ട എനിക്ക് ടൈം ഇല്ല എന്നുള്ള ഫേസ് ആണ്. ഫോർ യുവർ സെൽഫ്. ഓക്കെ. 2 minutes. അത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേൽക്കുന്ന ആ സമയത്ത്. ആ ഡ്രസ് ഇടുമ്പോൾ വയറ് എന്തായിരിക്കും അതാണ് ചിന്തിച്ചത്. അതിനെയാണ്, ആ ചിന്തയാണ് മാറ്റേണ്ടത്. ആ ചിന്ത മാറ്റി വിഷ്വലൈസ് ചെയ്യുക പറഞ്ഞാല്, നമ്മളിപ്പം ഒരു മൂവി കാണുന്ന സമയത്ത്
ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നായകൻ മരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരു സങ്കടം ഫീൽ വരില്ലേ? പക്ഷെ നമുക്കറിയാം അവിടെ നായകൻ മരിക്കുന്നില്ല, അത് അഭിനയാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നമ്മുടെ ഇമോഷൻ അവിടെ വരുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് സന്തോഷമുള്ള സംഭവങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? നമ്മുടെ ഇമോഷൻ ചേഞ്ച് ആക്കും. അപ്പൊ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവനും അപ് ടു ഡൗൺ, നമ്മൾ ബെലി സൈസ് റിഡക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിരിക്കണേ, പക്ഷെ നിങ്ങളുടെ തല തൊട്ട് കാല് വരെയുള്ള ഭാഗങ്ങള് നിങ്ങളുടെ ഹൈറ്റിനും നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റിനും അനുസരിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലാണ് ഉള്ളതെന്ന് വിഷ്വലൈസ് ചെയ്യുന്നതാണ് ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവണം? നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് 2 minutes ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്തിരിക്കുക. ആ സമയത്ത് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. അതിന് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ആ ഒരു തോട്ട് മതി നമ്മുടെ ബെല്ലി ഫാറ്റ് അവിടെ തന്നെ നിൽക്കാൻ. വെറുതെ ഈ ഒരു തോട്ട് മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റിസൾട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് അപ്പൊ 2 മാസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വന്നിട്ട് ഇങ്ങനെ ആയില്ല, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ആ ഒരു തോട്ടിൽ തന്നെ, നമ്മൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്തു, നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കും ബയഞ്ജലി. അപ്പൊ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ശരിയാവില്ലേ ശരിയാവോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഡിഗ്രി എടുക്കണം എന്ന് വിചാരിച്ചു, ഡിഗ്രി ഓൾറെഡി കിട്ടി എന്ന് വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടിയെങ്കിൽ പിന്നെ ഇനിയും ഞാൻ ഡിഗ്രി പാസ്സാവോ എന്ന് ആലോചിച്ച് നടക്കണ്ടല്ലോ. അപ്പൊ ഓൾറെഡി കിട്ടി എന്നുള്ള ഒരു ഇമോഷൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ 2 minutes ഉറങ്ങുന്നതിന് വിഷ്വലൈസ് ചെയ്യാം, എഴുന്നേൽക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യാം. അത് നിങ്ങളുടെ മൈൻഡിൽ വലിയ ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിലും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ജീന അവിടെ നിൽക്കൂ, അഞ്ജലി പോയിക്കോളൂ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ ഓക്കെ പറഞ്ഞു. കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഡീമോട്ടിവേഷൻ ഒന്നും അഫക്ട് ചെയ്യാതെ ജീവിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം മെട്രോയിൽ കുറച്ച് ലോങ് പോണായിരുന്നു. അപ്പൊ മെട്രോയിലാണ് പോയത്. മെട്രോയിൽ പോയി ഞാൻ ഭയങ്കര റഷ് ആയിട്ട് ബാഗ് ഇങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഉള്ളിലോട്ട് കയറിയ പാടെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഹൃദയം തകർന്നു പോയി. അയ്യോ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അന്നത്തെ 2 ദിവസം ഞാൻ ഫുള്ള് തകർന്നു പോയി. പക്ഷെ ഒരു കാര്യം, എനിക്ക് അത്രയും ദൂരം നിൽക്കേണ്ടി വന്നില്ല, അവിടെ ഇരുന്നു. പക്ഷെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, അത് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുകയായിരുന്നു. അതൊന്ന് ഭയങ്കര ഡിമോട്ടിവേഷൻ ആയിപ്പോയി. ഇത് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ഒരു ഇത്രയും കൂടി അധികം നമുക്ക് ചിലപ്പോ അങ്ങനെ ഒന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നതെന്ന് വിചാരിച്ചിട്ട് കുറെ എനിക്ക് മിണ്ടാൻ പോലും പറ്റില്ല. ഞാനും മോളും ഉണ്ടായിരുന്നു. മോള് പറഞ്ഞു സീറ്റ് കിട്ടിയില്ലേ, അതിൽ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്കത് പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമായി. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാ, ആ വിഷമായതിനെ അങ്ങോട്ട് വിടാം. ഞാൻ ബെൽറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പലരും ചോദിച്ചിട്ടുണ്ട് സെയിം തന്നെ. ബിക്കോസ് ഷോർട്ട് സ്റ്റേച്ചർ ആയതുകൊണ്ട് എല്ലാവരും ചോദിക്കും. ഞാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ള ബെൽറ്റ് കയറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഡ്രസ്സ് നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ വൺസ് ആ ബെൽറ്റ് ആ ഒരു ഇത് ഊരി കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ണിവയറ് പോലെ പുറത്തോട്ട് തള്ളി നിൽക്കും. നമ്മള് ആര് എന്ത് പറഞ്ഞാലും നമ്മുടെ ശരീരം നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. ഈ ബോഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്നതും ഇത്രയും ഇമോഷൻസിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതും ഒക്കെ. അപ്പൊ മറ്റുള്ളവര് പറയുന്നത് അവരുടെ കാര്യങ്ങൾ, അവര് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള, അവരുടെ നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരാള് നമ്മളെ ജഡ്ജ് ചെയ്യുമോന്ന് ഒരിക്കലും പേടിക്കാനേ പാടില്ല. അവരെന്ത് പറഞ്ഞാലും അത് നമുക്ക് ഒരു തുള്ളി പോലും, ഇപ്പൊ നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നു, ഈ വെള്ളം നമ്മൾ വിചാരിച്ചാലല്ലേ നമ്മള് വായിൽ ഒഴിച്ച് കുടിച്ചിറക്കാൻ പറ്റുള്ളൂ. ഒരാൾ നമുക്ക് ഒരു ലഡു കൊണ്ടുവന്ന് തന്നു, എത്ര തന്നെ നിർബന്ധിച്ചാലും ഈ ലഡു കഴിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണ്ടേ? വേറൊരാള് നിർബന്ധിച്ചിട്ട് കഴിക്കി ഇവിടെ ഒക്കെ കൊണ്ടു ഇങ്ങനെ വെച്ചാല് ഇല്ല, കഴിക്കലുണ്ടാവില്ല. അപ്പൊ ഇതേപോലെ തന്നെ ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മുടെ തലയിൽ ചുറ്റും ഒപ്പമൊക്കെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ബെസ്റ്റ് ആയിട്ട് നെഗറ്റീവായ തോട്ട്സ് ഉള്ളിലേക്ക് കൊടുക്കാതിരിക്കാൻ.
പിന്നെ ഏത് കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിന്നൊരു ഇതുണ്ടാവും, ലെസൺ ഉണ്ടാവും. ഓക്കെ, അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഈ വഴിയിൽ പോകുന്ന ഒരു കുട്ടി കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരാൾ കാണാൻ വേണ്ടിയിട്ടോ അല്ല നമ്മുടെ ശരീരം നമ്മൾ കെയർ ചെയ്യുന്നത്. ഫസ്റ്റ് റീസൺ എന്താണ്? നമ്മൾക്ക് സങ്കടം വരണമെങ്കിൽ നമ്മുടെ ഡിസ്കംഫേർട്ട് ഫീൽ ആണ്. വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സങ്കടപ്പെടുക എന്നുള്ളത് തന്നെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കംഫേർട്ട് ഫീൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്? അഞ്ജലി, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നോ? ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ക്ലാസ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ തന്നെയാ. വേറെ ഒന്നും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. ആരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത് കുറേ ദിവസത്തിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം ആയതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് ഞാൻ പെട്ടെന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ കയറിയപ്പോ ഓക്കെ ആയി. നമ്മൾ സ്ട്രോങ് ആയെന്ന് എപ്പോഴാ മനസ്സിലാക്കാന്നറിയോ? ഒരാളെ ആരും ഇല്ലാത്തൊരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടു അത്രേ. എന്നിട്ട് അയാളുടെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അയാൾ ആരെയും കുറിച്ച് ദോഷം പറയാറില്ല, അയാൾ ആരെക്കുറിച്ചും ആരെയും കൊന്നിട്ടില്ല, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവവും അയാൾക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ആ മരുഭൂമിയിൽ അയാൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ഐലൻഡിൽ. അപ്പൊ എങ്ങനെ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവാം? നമ്മൾ ഇതിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമ്മൾ എന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കേൾക്കാതിരിക്കുമ്പോൾ ഞാൻ സ്ട്രോങ് ആണ്, അതല്ല സ്ട്രോങ്, അതല്ല സ്ട്രെങ്ത്. മറ്റുള്ള ആളുകൾ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ അത് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതി എന്താണ്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. അപ്പോ ഏത് വേർഡ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും തലേന്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒരു കാവൽക്കാരനായിട്ട് നിന്നിട്ട് ഇതിനെ ഏത് രീതിക്ക് എടുക്കണം എന്ന് നോക്കുക. ആ രീതിയിലേക്ക് എടുത്തതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് ഇടുക. അടുത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് വരുന്ന കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആവാൻ റെഡിയാണ്, ആരും എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്ത് സ്ട്രെങ്ത് ആണത്? അപ്പൊ ഞാൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ എപ്പോഴും വിഷ്വലൈസേഷൻ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ സെൽഫ് ഡൗട്ട് ഇല്ലാതെ ചെയ്യാം. ഒരാൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഹെൽത്തി ആണ്, ഫിറ്റ് ആണ്, എന്നെ കൊണ്ട് അപാര സംഭവങ്ങൾ പറ്റുന്നു. അപ്പൊ ഇനി ഒരാൾ വന്ന് പറഞ്ഞപ്പോ അയ്യോ അയാൾ പറഞ്ഞു ഇനിയിപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ വിചാരിക്കണമെങ്കിൽ 2 ദിവസം കഴിയണം. അതല്ല, അവരങ്ങനെ പറയുമ്പോ വിചാരിക്കേണ്ടത് അയ്യേ അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഫിറ്റ് ആണല്ലോ വിചാരിക്കുക. അവർക്ക് അറിയാത്തോണ്ടല്ലേ. ഒരു അറിവില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ മൈൻഡിലേക്ക് എടുക്കുമ്പോ ഇനി തൊട്ടിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ല, എന്റെ വയലിന്റെ സാർ പറയും വയലിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റേഡിയോ ഓൺ ആക്കി ഫുൾ വോളിയത്തിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ. എന്തിനാന്ന് വെച്ചാൽ അപ്പോഴേ കോൺസെൻട്രേഷൻ കൂടുതലൊന്നും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധ കിട്ടുക. പക്ഷെ ശല്യങ്ങളുടെ ഇടയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ചുറ്റുമുള്ളത് എന്തായാലും നമ്മളുടെ ഫോക്കസ് മാറിപ്പോകരുത് ഒരു കാര്യത്തിലും കേട്ടോ. ഫിറ്റ്നസിന്റെ മാത്രമല്ല, ഏത് കാര്യത്തിലും. അപ്പൊ ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഇത് എഴുതി വെച്ച് കത്തിക്കാൻ ടൈമില്ലേ, അത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ചെയ്യാൻ ടൈമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുറത്തേക്ക് വിടുക. പിന്നെയും ബ്രീത്തിങ് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഹീലാവുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് വെറുതെ തോന്നുന്നു. വേറൊരാൾ ഒരു 100 പേര് നല്ല കമന്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു സെൽഫ് വാല്യൂ കുറഞ്ഞ പോലെ തോന്നിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പൊ ഫസ്റ്റ് സെൽഫ് വാല്യൂ, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട് ഒക്കെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് വെക്കുക. ഇവിടെ മൈൻഡ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള സാധനങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല. നമ്മളെ കുറിച്ചുള്ള അത്രയും പോസിറ്റീവായിട്ട് എത്ര കാര്യങ്ങൾ കയറ്റി വെക്കാൻ പറ്റും അതൊക്കെ കയറ്റി വെക്കും. ബാക്കിയുള്ള ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ സ്ഥലം വേണ്ടേ ഉള്ളിൽ കയറ്റാൻ? ആ രീതിയിലേക്ക് നിങ്ങൾ പോസിറ്റിവിറ്റി അടിച്ച് ബൂസ്റ്റ് ചെയ്ത് കയറ്റുക കേട്ടോ. അത് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ടെക്നിക്സ് പറഞ്ഞുതരാൻ പറ്റും. ദെൻ അപ്പൊ ഇന്നത്തെ പ്രാക്ടീസസ് ചെയ്യാം. ഞാനൊരു ഉറങ്ങുന്ന സമയത്ത് കേൾക്കാനുള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് കേട്ടോണ്ട് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കാം കേട്ടോ. നാളെ ചേട്ടാ. ഡയറ്റ് കുറച്ച് ആൾക്കാരുടെ എനിക്ക് കേൾക്കാനുണ്ട്, അതുകൊണ്ട് അവര് മാത്രം പോണ്ട. അഞ്ജലി പോയിക്കോളൂ. സിനി പേഴ്സണൽ ടൈം ഉണ്ട്. ഹേമ വെയിറ്റ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും പറഞ്ഞു തന്നെ പറയാണ്ടെങ്കിൽ പറഞ്ഞോ. മാം, ഞാൻ ക്ലാസ് തുടങ്ങിയ ശേഷം ഇപ്പോഴും 1 kg കുറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെയിങ് മെഷീനിൽ നോക്കണോണ്ട് പ്രശ്നമാണോ?
അപ്പൊ എത്ര ചായയും weight കാപ്പിയും ഒക്കെ ഒഴിവാക്കി, പഞ്ചസാരയൊക്കെ അതിന്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ അതെല്ലാം ഒഴിവാക്കി. തന്നെ എത്ര weight കുറയ്ക്കേണ്ടത്? എനിക്കൊരു എന്റെ ഹസ്ബൻഡ് പറയണ 56 ആണ് എനിക്ക് എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് ശരിക്കുള്ള. നിങ്ങൾക്ക് എത്ര weight കുറയ്ക്കണം? എനിക്കിപ്പോ 61 ആണ്. എനിക്കതൊരു 57-56ന്റെ ഉള്ളിലേക്ക് എത്തണം. 57-56ന്റെ ഉള്ളിലേക്ക് എത്തണം അല്ലെ? എല്ലാവർക്കും എന്താണ് ഈ കാഷ്യൂ നട്ട്സ് ലഞ്ച്? ധന്യ സജീവനല്ലേ? കാഷ്യൂ നട്ട്സ് കഴിച്ചു, സ്പീഡിൽ ടൈപ്പ് ചെയ്തതാണ്. അപ്പൊ 11:45 കാഷ്യൂ നട്ട്സ് കഴിച്ചു. പിന്നെ ലഞ്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും കട്ടായി, സ്പീഡിൽ ടൈപ്പ് ചെയ്തപ്പോ പറ്റിയതാ. കാഷ്യൂ നട്ട്സ് വേണ്ട കേട്ടോ. വേണ്ട അല്ലേ? വേണ്ട. മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ഞാൻ പറഞ്ഞ വാൾനട്ട്, കാഷ്യൂ നട്ട്സ് ഒരു മാസത്തിലൊരിക്കലൊക്കെ ഓക്കെ, അല്ലാതെ ഡെയിലി ഡയറ്റിൽ വേണ്ട. എല്ലാവർക്കും സമയമുണ്ടോ? ഞാനിങ്ങനെ ഡയറ്റ് പറഞ്ഞു ഇങ്ങനെ പോട്ടെ. സമയം ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം പേഴ്സണലായിട്ട് ബുക്ക് ചെയ്തിട്ട് ആ ടൈമിന് വന്നാൽ മതി കേട്ടോ. ഞാൻ ധന്യയോട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ 5 മണിക്കാണോ എഴുന്നേറ്റത്? അപ്പൊ വെള്ളം കുടിച്ചു. 5:25 ആപ്പിൾ കഴിച്ചു. 6:25 7:25 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് ലേറ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഓഫീസിൽ പോയിട്ടാണ്. ഞാൻ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല ഡിഫറൻസ് വരും കേട്ടോ. അപ്പൊ ഈ 8:45 എന്നുള്ളത് 7:25 അല്ലെങ്കിൽ 7:30. കടല കഴിക്കുന്നത് ഒന്നിച്ചാണോ? ഈ കടല സ്പ്രൗട്ടഡ് അല്ലേ? സ്പ്രൗട്ടഡ് അല്ലാത്ത കറി ഉണ്ടായിരുന്നു, നിലക്കടലയുടെ നിലക്കടല കറി ഉണ്ടായിരുന്നു. പിന്നെ പട്ടാണിക്കടല സ്പ്രൗട്ടഡ് ആക്കി ചെയ്തിരുന്നു സ്റ്റീമില്. അതെന്താന്ന് വെച്ചാല് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൾസസ് മാത്രമേ, പയറുവർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളും മുളപ്പിച്ചത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഫാറ്റ്, ബോഡി വെയിറ്റ് കൂടും. ഓക്കെ, അടുത്തത് അത് കഴിഞ്ഞ് 3 hours ഗ്യാപ്പ്. അപ്പൊ 7:30 കഴിഞ്ഞ് 8:30, 9:30, 10:30ക്കാണ് അടുത്ത് കഴിക്കേണ്ടത്. 10:30ക്ക് ഇതിലിപ്പോ 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 11 മണിക്ക് കഴിച്ചു. അപ്പൊ 2 hours 10 minutes ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. 2 hours 15 minutes മാക്സിമം. അത് പോരാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 3 hours ഗ്യാപ്പ് വേണം. ഓക്കെ, 3 hours ഗ്യാപ്പ്. അത് ഇപ്പൊ ഞാൻ പറയുമ്പോ നോട്ട് ചെയ്യുന്നുണ്ടോ? ഓടിച്ചല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 3 hours ഗ്യാപ്പ് അല്ലേ? ഫസ്റ്റ് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ 2 hours ഗ്യാപ്പ്. അതായത് 5:25 ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാല് 7:25 ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അത് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുള്ളത് 1 day ബിഫോർ ഞാനായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അതിനൊന്ന്, ഇപ്പൊ പുട്ടും കടലയാണെങ്കിൽ ഇതിലെ കടല അല്ലെങ്കിൽ ചെറുപയറൊക്കെ സ്റ്റീം ചെയ്തത് കഴിക്കുകയാണെങ്കിൽ നല്ലതാ. മുളപ്പിച്ചത് സ്റ്റീം ചെയ്ത് കഴിക്കുക, പുട്ട് പോലെ തന്നെ. അത് കറി വെച്ചിട്ടല്ലേ കഴിക്കണ്ടേ? അതിന് സ്റ്റീം ചെയ്താൽ കുറച്ചും കൂടി വെയിറ്റ് ലോസിനെ സഹായിക്കും. കറി അല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാനല്ലേ? പിന്നെ കറി ആയിട്ട് ടൊമാറ്റോ അല്ലെങ്കിൽ കോക്കനട്ട് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. റോ ടൊമാറ്റോ അല്ലെങ്കിൽ റോ കോക്കനട്ട്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 3 hours പറയുമ്പോൾ 8:30, 9:30, 10:30. 10:30ക്ക് കഴിക്കേണ്ടത് ഇപ്പൊ നട്ട്സ് ആണെങ്കിൽ 5 വാൾനട്ട്, 5 പീനട്ട്, 5 പിസ്ത, 5 ആൽമണ്ട്സ്. എല്ലാം സോക്ക് ചെയ്തായിരിക്കണം. ജീന സ്മൈൽ ചെയ്തിരിക്കൂ, ഹാപ്പി ആയിട്ട്. സോക്ക്ഡ് വേണം അല്ലേ? സോക്ഡ് മാത്രമേ കുട്ടി സോക്ഡ് അല്ലേ കഴിക്കാറുള്ളേ? അല്ല. എന്താടാ കുട്ട, മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? 11:30, 10:30ക്കാണ് ഇൻ ബിറ്റ്വീൻ ടൈം വരുന്നത് അല്ലേ? 10:30 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 hours ഗ്യാപ്പ്. ലഞ്ച്. എനിക്ക് വിശക്കണം, ഞാൻ പൊക്കോട്ടെ. ഞാൻ ഉച്ചയ്ക്ക് റസ്കും ചായ കഴിച്ചോളൂ. പിന്നെ വന്നാ മതി. 12:30 ആവോ? 12:30 ആണ് എന്റെ ലഞ്ച് ബ്രേക്ക് ടൈം. 11:30, 12:30. ഓക്കെ, 10:30ക്ക് മിഡ് ടൈം സ്നാക്ക് എടുത്തു കഴിഞ്ഞാൽ 12:30ക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതിരയാണ്, കടലയാണ് അല്ലെ? വൻപയറ് മുളപ്പിച്ചത്, പിന്നെന്താ? ബീട്രൂട്ട്. സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് ദിവസം മാറ്റി വെച്ചോ. വെയിറ്റ് റിഡക്ഷൻ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ. ഏതാ മാം?
മധുരമുള്ള Sweet ആയി. ബീട്രൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റുക. അതിന് പകരം പച്ച കളറുള്ള വെണ്ടയ്ക്ക, പയറ്, അമര, ആ ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ. മുതിരയൊക്കെ സ്റ്റീം ചെയ്യുമ്പോ പെട്ടെന്ന് ആവുന്നുണ്ടല്ലേ? ഞാൻ ആ വിചാരിച്ചു കുറേ അതെ, നേരം അപ്പോഴേക്കും അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പെട്ടെന്ന് വേവും. സമയം ലാഭമാണ് ശരിക്കും നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. ടേസ്റ്റും ഉണ്ട്. വെരി ഗുഡ്. മാം അന്ന് ഉം. പേൾ മില്ലറ്റ് പറഞ്ഞിരുന്നല്ലോ, ആ അത് ഞാൻ ദോശയാക്കി ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശയാക്കി ഉപ്പുമാവ് ആക്കിയപ്പോ എനിക്കത് വല്ലാണ്ട് ഇഷ്ടായില്ല. അങ്ങനെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ളത് കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആഴ്ചയിൽ ആകെ 7 ദിവസമല്ലേ ഉള്ളൂ. ഓരോ ദിവസം ഓരോന്നും സെലക്ട് ചെയ്താൽ മതി. ഇതെന്താ സംഭവം? ഈ തേങ്ങാ ചട്നി താളിച്ചതാണോ? ആ അത് കക്കരിക്ക വെച്ചിട്ട് പച്ചടി പോലെ ഉണ്ടാക്കിയ. താളിക്കാത്ത ചട്നി വേണം ഉപയോഗിക്കാൻ കേട്ടോ. ഓക്കെ. കടുക്, വെളിച്ചെണ്ണ, ഉള്ളി വഴറ്റ, ഈ പരിപാടിയൊക്കെ മാറ്റി ഉള്ളി വേണ്ട അല്ലേ? ഒക്കെ മാറ്റുന്ന ടൈം ആയി ഇപ്പൊ. ധന്യ ഇപ്പൊ എത്രയായി ക്ലാസ്സിന് കയറിയിട്ട്? എല്ലാ ക്ലാസ്സിലും ഞാൻ കയറി, ഒരു ക്ലാസ് മാത്രം മിസ്സായിട്ടുള്ളൂ. ഓക്കെ. ഈ നവംബറിലാണോ സ്റ്റാർട്ട് ചെയ്തത്? ആ നവംബറിൽ. ഓക്കെ. അപ്പൊ ഇതില് ഒരു പോർഷൻ എന്താ ഈ കറുത്ത, അത് ബീട്രൂട്ടും പയറും കുക്കുംബറും. അതിന്റെ അടിയിൽ വല്ലതും ഉണ്ടോ? ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ? ഇല്ല, അത് ചോറാണ്. ചോറുണ്ട്. ചോറുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എനിക്ക് ഈ ഫോട്ടോ അയക്കുമ്പോ കറക്റ്റ് ആയിട്ടൊന്ന് ഇതിലയക്കണം കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് അല്ലേ? രാവിലെ പാക്ക് ചെയ്യുന്ന ടൈമിൽ സ്പീഡിൽ അടിക്കുന്നതാ. ശരി. പിന്നെ അത് കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞാൽ ഒരു 3 hours ഗ്യാപ്പ്. 12:30 അല്ലേ ലഞ്ച്? 1:30, 2:30, 3:30. 3:30. എത്ര മണിക്ക് എത്തുക വീട്ടില്? വീട്ടിൽ 6 മണിയാവും. 3:30 എന്താ കഴിക്കാൻ പറ്റുക? ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ? മുസംബി, ഓറഞ്ച്. ഓറഞ്ച്. ഓക്കെ. മുസംബിയാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ പോമഗ്രാനൈറ്റ്. ഓക്കെ. ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്ന കാരണം ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ല, മറ്റേത് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഇപ്പൊ. അത് കഴിഞ്ഞ 2 hours കഴിഞ്ഞ 3:30, 4:30, 5:30. 5:30 എന്താ കഴിക്കാം? 5:30 ഞാൻ അവിടെ എത്തില്ല. ഞാൻ 6 ആവും. അപ്പൊ യാത്രയിലാവും. ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്, അല്ലെങ്കിൽ കുക്കുംബർ, അല്ലെങ്കിൽ എന്താണ് കഴിക്കാൻ പറ്റുക പറയും. തന്നെയാവും, അല്ലെങ്കിൽ നല്ല വിശപ്പായിരിക്കും ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ 3:30 ഫ്രൂട്ട് കഴിച്ചു, വീണ്ടും 5:30 എന്തെങ്കിലും ഫ്രൂട്ട് കഴിക്കാം. ഏതാണ് ഇഷ്ടം ഫ്രൂട്ട്സില്? ഓറഞ്ച്, ആപ്പിൾ ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ആപ്പിൾ കഴിച്ചോളൂ. ധന്യ എവിടെയുള്ളത്? സ്ഥലമാണോ? ഞാന് താനൂരടുത്താ. താനൂരടുത്താണ്. ഓക്കെ. കേരളത്തിൽ തന്നെയാണല്ലോ. ഓക്കെ. അപ്പൊ അതെ. 6:30 ഫ്രൂട്ട് കഴിക്കുക. 6:30, 7 നമ്മൾ വർക്കൗട്ട് അല്ലേ? വർക്കൗട്ട് ഇല്ലാത്ത ദിവസങ്ങള് 5 വൻപയറ്, 5 കടല, 5 സോറി ഓരോ സ്പൂൺ, ഞാൻ നട്ട്സിന്റെ ഓർമ്മയില്ല, ഓരോ സ്പൂൺ പയറ്, കടല, ചെറുപയറ്, വൻപയറ്, മുതിര, അങ്ങനത്തെ എല്ലാ, കിഡ്നി ബീൻസ് ഒക്കെ കൂടി 5 ടൈപ്പ് പൾസസ്. 5 ടൈപ്പ് പൾസസ് ഒക്കെ ഓരോ സ്പൂൺ ഇട്ടിട്ട് മുളപ്പിച്ചിട്ട് അതിനെ ഒരു കറിയായിട്ട് കൂട്ടുക. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു മില്ലറ്റ് ഭക്ഷണമായിട്ട് എടുക്കുക. ഈ മില്ലറ്റുകൾ ഏതൊക്കെയാ? എനിക്കിഷ്ടം കൂവരകാണ്. വരക്, കൂവരക്, കുതിരവാലി. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. കാനൂരൊക്കെ നല്ല പ്രകൃതി രമണീയമായ, ഐ മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളല്ലേ. ഈ ചേമ്പ്, ചേന അങ്ങനെയുള്ളൊക്കെ മണ്ണിന് അടിയിലുള്ള സംഭവങ്ങൾ അധികം എടുക്കണ്ട. വല്ലപ്പോഴും ഇഷ്ടത്തിനൊന്ന് കഴിച്ചാൽ മതി. ചേമ്പിന്റെ തണ്ട് നല്ലതാണ്, പച്ച. കിഴങ്ങ് വർഗ്ഗങ്ങള് നൈസായിട്ട് കുറച്ച് മാറ്റിട്ട് അതിന് പകരം കുറച്ച് പച്ച കളറുകൾ ആഡ് ചെയ്യാം. ഇത് 7:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മള് ഡിന്നർ ക്ലോസ് ചെയ്യണം. എത്ര മണിക്ക് ഉറങ്ങാം?
ഞാൻ 9:30 ആണ്, 9:30 10ന്റെ ഉള്ളില്. ഓക്കെ, അപ്പൊ അതൊരു 9-9:15 ഇടയ്ക്ക് ഉറങ്ങിക്കോ. ഓക്കെ, 7:30 കൂടി ഫുഡ് ക്ലോസ് ചെയ്യാം. നിർത്താം. ഓക്കെ. 7:30 വേവിച്ച ഭക്ഷണമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങാം. മിക്ക ദിവസം വേവിച്ച തന്നെയല്ലേ കഴിക്കുള്ളൂ, പ്രിഫർ ആ, ചെയ്യുന്നത് അതെ, അതെ. പിന്നെ ഈ ക്യാരറ്റോ കക്കരിക്കോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കും. കൃത്യമായിട്ട് ഫോട്ടോസ് എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു സെക്കൻഡേ വേണ്ടുള്ളൂ ഒരു ഫോട്ടോ എടുത്ത് വിടാൻ. അപ്പൊ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. ഫോട്ടോ ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരണം ഈ ആഴ്ചയിൽ. 1 വീക്ക് ഞാൻ ചലഞ്ച് തരാം. ഓക്കെ മാം. ഓക്കെ, ഒരു മാരേജ് വരുന്നുണ്ട് 28-ന്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഒന്ന് അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് ഇരുന്നാലും എന്റെ വയറ് കംഫർട്ടിന് കുറെ. വേണ്ടിയിട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ. എനിക്ക് എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. മാരേജ് ഒക്കെ പിന്നെ ഓക്കെ. നമുക്ക് ഏറ്റവും വാല്യൂ എവിടെയാണ്? നമ്മുടെ മൈൻഡ് സെറ്റിന്, നമ്മുടെ ബോഡിക്കല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചേഞ്ച് വരുത്തണമെന്ന് വിചാരിക്കുക. ഫിറ്റ്നസ് ഗോൾസ് ഒരിക്കലും ഒരു മാരേജിന് വേണ്ടിയിട്ടും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടും നമ്മൾ വിചാരിക്കാനേ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യൂ. ഡയറ്റ് അപ്ഡേറ്റ് ചെയ്യുക, മൈൻഡ് സെറ്റ് ഹാപ്പി ആയിട്ട് വെക്കുക, നല്ല പോസിറ്റീവ് ഗത്തായിട്ട് നടക്കുക, ഒക്കെ ചേഞ്ച് ആയിക്കോളൂ. ഓക്കെ, എനിക്ക് ഈ വീക്കിൽ റിസൾട്ട് വന്നിട്ട് എനിക്ക് പറയണം, അപ്ഡേഷൻ തരണം. 1 വീക്ക്. ഓക്കെ, ഇന്ന് എന്താഴ്ച? ബുധനല്ലേ? എന്താ മാം? ഇന്ന് ബുധനല്ലേ? അടുത്ത ആ, ബുധൻ. ബുധനില് എനിക്ക് ആ ചേഞ്ച് എന്താണുള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ശരി, ഓക്കെ മാം. തരാം. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ലീവ് ചെയ്തോളൂ. സരിത, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല. എന്താ പറയാ, ഉച്ചവരെ വൈകുന്നേരം വരെയുള്ള അത് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തില്. പക്ഷെ വൈകുന്നേരത്തിന് ശേഷം സന്ധ്യ ആ ടൈമിൽ കഴിക്കാനേ തോന്നില്ല. എന്ന് വെച്ചാല് രാത്രി അങ്ങനെ മുന്നേ നമ്മളതായ സ്വന്തമായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ രാത്രി എന്തെങ്കിലും എഗ് വൈറ്റോ അങ്ങനെയെല്ലാം കഴിച്ചിട്ട് തന്നെ ആ ശീലം. അല്ലാതെ പുറത്ത് പോയിട്ടെല്ലാം കഴിക്കും, ആ സമയത്ത് കഴിക്കും, ഹെവി കഴിക്കും. പക്ഷെ കഴിക്കാൻ വീട്ടിൽ തന്നെ ആവുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ. അതുകൊണ്ട് അതൊരു ഇതായിട്ടില്ല, സെറ്റായിട്ടില്ല ഇതുവരെ. നൈറ്റ് ഫുഡ് റെഡി ആയിട്ടില്ല അല്ലേ? അതായത് വിശപ്പില്ലാത്തതുകൊണ്ടാണ് കഴിക്കാത്തത്. വിശപ്പില്ലാത്തല്ല, സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യും. വേറെ എന്തെങ്കിലും ഒരു ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ നോക്കും. എനിക്കിപ്പം ഇന്നലത്തെ മെസ്സേജ് ഞാൻ നോക്കാം. 5:30 അത് ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനുശേഷം സെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇത് ഒരു ഉച്ച വരെയുള്ള സെൻഡ് ചെയ്യും. പിന്നെ ഞാനെന്താ ഫ്രൂട്ട് കഴിക്കും. പിന്നെ നൈറ്റ് ഞാൻ എന്തെങ്കിലും ആയി സ്കിപ്പാക്കും. അങ്ങനെ എത്ര മണിക്ക് മാക്സിമം ഉറങ്ങുന്നത്? ഉറങ്ങുന്നത് ഇപ്പോ മുന്നെല്ലാം ലേറ്റ് ആവും, 11:30-12 മണിയായി. ഇപ്പൊ 10 മണിയെല്ലാം ആകുമ്പോഴേക്കും ഉറങ്ങാൻ നോക്കുന്നുണ്ട്. 10 മണി. ഓക്കെ, അതൊരു 9:30-9:15 ആക്കാൻ നോക്കൂ കേട്ടോ. നേരത്തെ ഉറങ്ങിയ അത്രയും നല്ല. പിന്നെ ലാസ്റ്റ് ഇതില് മില്ലറ്റ്സ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. മില്ലറ്റ്സ് അതെ ഒന്നും ലാസ്റ്റ് മീലായിട്ട് മില്ലറ്റോ അല്ലെങ്കിൽ എഗ് വൈറ്റ്സ് ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ഇല്ല, കഴിക്കുന്നില്ല. എഗ് വൈറ്റ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എഗ് വൈറ്റ് കഴിക്കട്ടെ എന്നാല്. ബ്രീതിങ് ട്രബിൾ ഒന്നും ഇല്ലല്ലോ? രാവിലെ എണീക്കുമ്പോ ജലദോഷമോ മൂക്കടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ആഫ്റ്റർ വർക്ക്ഔട്ട് എഗ് വൈറ്റ്സ് ആൻഡ് കുക്കുംബർ കഴിക്കാം. ഡെയിലി എടുക്കണ്ട, ഒരു ദിവസം എടുക്കുക. അടുത്ത ദിവസം ഇതേപോലെ 5 ടൈപ്പ് പൾസസ് കുറച്ച് കുറച്ച് ഓരോ സ്പൂൺ ആയിട്ട് ഇട്ടിട്ട് സ്പ്രൗട്ട് ചെയ്തിട്ട് ആഫ്റ്റർ വർക്ക്ഔട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ മുന്നിലും ഇത് ഈ ഗ്രെയിൻസ് ഒക്കെ ദോശ പോലെ ആക്കൂലേ നമ്മള്, കുറച്ച് റൈസ്, കുറച്ച് ഈ കടല, കുറച്ച് ചെറുപയർ എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഓയിൽ ഇല്ലാതെയാണോ എടുക്കല്? അതെ, ഓയിൽ മാക്സിമം ഇവിടെ മുന്നേ അങ്ങനത്തെ ഒരു ശീലം ഉള്ളത് കൊണ്ട് ഓയിൽ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഇതുവരെ അയച്ചതൊക്കെ നല്ല ഹാപ്പിയാണ്. ഇനി ആഫ്റ്റർനൂണും കൂടി ഒന്ന് കണ്ടാൽ മതി എനിക്ക് എങ്ങനെയാണുള്ളത്. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് അതിന് ശേഷമുള്ളത് സെൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ കഴിക്കണേ? ചെറുതാണെങ്കിലും ഇനി പുറത്തുനിന്നാണെങ്കിലും വാട്ടെവർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ. പിന്നെ പഴയ ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് മെമ്മറി ഒന്ന് ഫ്രഷ് ആക്കി വെച്ചോ. ചെറിയ സ്പേസ് അല്ലേ വേറെ. ഓക്കെ, ശരി, ബൈ. താങ്ക് യു. ബൈ.